കിലോമീറ്ററോളം ഈ ബ്ലോക്ക്, ചിലപ്പോൾ 10 കൂടുതൽ കാണും. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ. അപ്പം ഞങ്ങൾ വീണ്ടും ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അത് കുഴപ്പമില്ല. അപ്പം മലനുണ്ട്, എപ്പോഴത്തെ പോലെ ഷാക്കിലുണ്ട്. ഇന്ന് 4 മണിക്ക് പോകണം എന്നായിരുന്നു പ്ലാൻ. ഇപ്പൊ സമയം ഏകദേശം എത്രയാ, 8 മണി ആയിട്ടുണ്ട്. 8 മണി ആകാൻ പോകുന്നു. ഞങ്ങൾ ഇന്ന് ഭോപ്പാൽ പിടിക്കുമെന്ന് അറിയില്ല. 800 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ചത്ത് കിടന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു അതെ 800 കിലോമീറ്റർ ഉള്ളൂ. പിടിക്കും ആ ഹാൻഡിൽ കാണാം ഗൈസ് വഴിയെ ആരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പൊ ഞങ്ങള് പാക്കൊക്കെ ചെയ്ത് സാധനം ലിസ്റ്റിലെല്ലാം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് എല്ലാം പാക്ക് ചെയ്തിട്ട് പോവാണ് ഗൈസ്. എന്നിട്ട് ഉറക്കശീലം മാറിയിട്ടില്ല. എടാ ഇന്നലെ സത്യം പറഞ്ഞാൽ എക്സ്ട്രാ ബെഡ് ചോദിക്കായിരുന്നു പണ്ടാരം. അതുകൊണ്ട് മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അടുത്തതെങ്കിലും എക്സ്ട്രാ ബെഡ് ചോദിക്കണം ഗൈസ്. അത്രേ ഗൈസ്. അപ്പം നമ്മൾ 6 മണിയല്ല 4 മണിക്ക് പോകണം എന്ന് വിചാരിച്ചതാണ്. ഇപ്പം സമയം എത്രയായി നോക്കിയേ, 8:30 ആയി ഗൈസ്. 8:30 ആയി സമയം. ഇനി ഭോപ്പാൽ അള്ളാഹ്ക്കറിയാൻ തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഇനി ഭയങ്കര സ്പീഡിലായിരിക്കും ഗൈസ് പോകുന്നത്. അല്ല എങ്ങോട്ടാ പോണേ? യെസ്, മാപ്പ് പറഞ്ഞതനുസരിച്ചാണ് പോണേ. ഭോപ്പാലിൽ പിടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. പിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇന്നത്തെ ക്ലൈമറ്റ് ആണെങ്കിലും വലിയ ചൂടില്ലാത്ത ഒരു മൂടിയ ക്ലൈമറ്റാണ്. ചൂടുമില്ല മഴയില്ല. അത്യാവശ്യം ചെറിയ തണുത്ത കാറ്റുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മൂട്. അങ്ങനത്തെ ക്ലൈമറ്റാണ് നമുക്ക് വേണ്ടത്. അതും കൂട്. ഞങ്ങൾ ഏകദേശം ഒരു 80 കിലോമീറ്റർ ഓടിച്ച് ഇങ്ങനെ കഴിഞ്ഞു. നമ്മൾ നമ്മുടെ വണ്ടിക്ക് ദാഹജലം കൊടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ഏകദേശം 107.46 രൂപയാണ് പെട്രോളിൻ്റെ റേറ്റ് വരുന്നത്. ജിയോ പമ്പിലൊക്കെ 1 രൂപ കുറവുണ്ടെന്നും പറഞ്ഞ് എൻ്റെ സുഹൃത്ത് അലൻ ഏരിയാസ് കയറ്റിയതാണ് ഇവിടെ. ഷെഫിന് ഫുഡ് ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇന്നലെ ഹൈദരാബാദിൽ ഫുഡിന് നല്ല കാശ് പോയി. അതുകൊണ്ട് നമ്മൾ ഈ കോൺഫ്ലിക്സും പാലും ഒക്കെയാണ് കഴിക്കുന്നത്. അല്ലടാ? യെസ്. ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഇതാണ് കോൺഫ്ലിക്സ്. സ്റ്റെബിലൈസേഷൻ ഇല്ലല്ലോ, എല്ലാം പൊട്ടിച്ചിട്ടല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ മറ്റേ 2 കവർ എടുക്കണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ. നിങ്ങൾക്ക് പാലും ഉണ്ടേ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതിന് പാല് വേണ്ടേ? വേണ്ട. ഇതേപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഹൈവേയിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ നാഗ്പൂരിലേക്ക് വെച്ച് പിടിച്ചിട്ട് അവിടുന്ന് ഒരു 200 കിലോമീറ്റർ കൂടെ ഉണ്ട് പിന്നെ ഭോപ്പാലിലേക്ക്. അതുകൊണ്ട് നമ്മളങ്ങനെ പോവാണ്. പിന്നെ വേറെ ഒന്നുമില്ല, നല്ല കിടിലൻ ഹൈവേ ആണ്. നമുക്ക് എത്താൻ പറ്റുമായിരിക്കും. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഏകദേശം 2:35 രാവിലെ 2:35 കാണിക്കുന്നത്. എത്രത്തോളം ഭോപ്പാൽ എത്തുന്നൊന്നും അറിയില്ല. ഇന്റർകോമിന്റെ സാധനം ഒടിഞ്ഞു പോയി, ഒടിഞ്ഞു പോയി. അപ്പൊ ഗൈസ് നമ്മള് ഒരു ദാബയിൽ വന്നിരിക്കുകയാണ്.
ധാബയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ റെഡി ചെയ്യും. ഇപ്പൊ ഏകദേശം നമ്മൾ 300 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്പീഡിലിറക്കും. ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് എത്തിയിട്ടുണ്ട്. ഇന്ന് ഭയങ്കര ടയർഡാണ്. അയ്യോ, ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ബട്ടർ ചിക്കനെ കാണുന്നില്ലോ. Where is the chicken? Skip the food part. Allada. Skip the tired part. Okay. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ കടയിൽ കുറേ നേരം അങ്ങോട്ട് ഇരുന്ന് ഇനി ഞങ്ങൾ നേരെ പോവാണ്. ഞങ്ങൾ നേരെ പോവാണ്. ദേ ഈ തെണ്ടിയാണ് ഫുൾ താമസിപ്പിക്കണേ. ഏത് നേരം 1 മണിക്കൂറാണ് ആ പുണ്ടയ്ക്ക് ഒഴുകാൻ വേണ്ടത്. ഊഹ്, ഒരുങ്ങ് പോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് ഇന്ന് ഭോപ്പാലൊന്നും പിടിക്കാൻ പറ്റില്ല. ഭയങ്കര സീനാണ് ഭോപ്പാലൊക്കെ പിടിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്നുണ്ട് 16-17 മണിക്കൂർ, 16 10 മേളിൽ മണിക്കൂറുണ്ട് ഇനി ഇവിടുന്ന്. അപ്പം നമ്മൾ നേരെ പോവാണ്. ഇവിടെ ഒരു ധാബയിലാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ കയറിയത്. ഇന്നാകെയുള്ള ഫുഡ് ഇത് മാത്രമായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നേരെ നമ്മൾ ഫുള്ളൊരു ഫോറസ്റ്റിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ബൈക്ക് ഇവിടെ ഉണ്ട്. അവൻ്റെ ബൈക്ക് അവിടെ ഇരിക്കണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹൈവേ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. ഒരു 100-120 സുഖമായിട്ട് നമുക്ക് ക്രൂയിസ് ചെയ്ത് പോവാം. ആ സെറ്റപ്പാണ്. ബ്രോ, വേർ ഇസ് മൈ കീ? ഓക്കെ. അപ്പോൾ നമ്മൾ ചെയിൻ മുറുക്കാൻ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര ലൂസാണ് ഗൈസ് ചെയിൻ, ഭയങ്കര ലൂസ്. അതൊന്ന് മുറുക്കിയിട്ട് വേണം ഇനി പോവാൻ. എണ്ണ അടിക്കാൻ വീണ്ടും പമ്പിൽ കയറിയിരിക്കുകയാണ്. കുടിക്കുകയാണോ തിന്നുകയാണോ ഈ വണ്ടി? ശോകം. രാവിലെ ഒരു ഫുൾ ടാങ്ക് നിറച്ചതാണ്. അത് പിന്നെയും നിറയ്ക്കേണ്ടി വന്നു. അവൻ ഏകദേശം 300-350-370 കിലോമീറ്റർ കവർ ചെയ്തിട്ടോ. ഇവിടെ പെട്രോളിന് എത്ര അടവുകയെ? 108 രൂപയോ? അയ്യോ, 10. ആ, ഞാനെപ്പോഴും 1010 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കാറ്. ഇവിടുത്തെ റേറ്റ് കണ്ടോ? 108 രൂപ. 108.86, 109. അല്ല, പെട്രോൾ അടിക്കണ്ടോ? പെട്രോൾ അടിക്കണ്ടോ? ഇനി നാഗ്പൂരിലേക്ക് വെറും 200 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പക്ഷേ മഴയ്ക്കുള്ള നല്ല സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. മേഘങ്ങൾ മൊത്തം ഭയങ്കരമായിട്ട് ഇതായിട്ട് ഇരുണ്ടിരിക്കുകയാണ്. മിക്കവാറും നല്ല മഴ ആയിരിക്കാം ഇനി അങ്ങോട്ട് പോകുന്നതോറും. ഞങ്ങൾ ഏതോ ഒരു ധാബയിൽ വന്ന് ചായ കുടിക്കുന്നു ഗൈസ്. ചായ അല്ലല്ലേ. ഞങ്ങൾ രാത്രി മധ്യപ്രദേശ് ഭോപ്പാലിലേക്ക് പോണ വഴിയാണ് ഗൈസ്. നിങ്ങൾ നോക്ക്, ഇത് എത്ര കിലോമീറ്ററാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇത് ഏകദേശം 10 കിലോമീറ്ററോളം ഈ ബ്ലോക്ക്. ചിലപ്പോൾ 10 കൂടുതൽ കാണും. എൻ്റെ മോനെ, ബ്ലോക്ക് കാണണമെങ്കിൽ അങ്ങോട്ട് നോക്ക് ഗൈസ്. ഇത് ഫുള്ള് വണ്ടികളാട്ടോ. ഇത് ഞാൻ 5x സൂം ചെയ്യണതാ. നിങ്ങൾ നോക്ക്, എന്തോരം വണ്ടിയാ നോക്ക്. ബ്ലോക്കായിട്ട് അവിടെ ഒരു ആക്സിഡൻറ്റ് നടക്കണ്ടായിരുന്നു. അതിൻ്റെ ബ്ലോക്കാണ് ഗൈസ് ഈ കാണുന്നത്. ഓ, ഇവരൊക്കെ ഇനി എന്ന് വീട്ടിൽ പോവാവോ പാവങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്. അപ്പം നമ്മൾ രാത്രി ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു കടയിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചല്ലോ. എന്നിട്ട് ഞാൻ കുറേ നേരം ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടോ ഗൈസ്. നമ്മുടെ നാട് പോലില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെയൊക്കെ കിടന്നുറങ്ങാൻ അവർ സമ്മതിക്കും. അതിപ്പം വലിയ ധാബയിലാണെങ്കിലും ചെറിയ ധാബയിലാണെങ്കിലും സെറ്റപ്പാണ്. അപ്പോൾ അത് വളരെ ഉപകാരമായി. ഞാൻ 1 മണിക്കൂറോളം നല്ലപോലെ കിടന്നുറങ്ങി. അപ്പം ഇനി നേരെ ഞങ്ങൾ റൈഡ് കണ്ടിന്യൂ ആണ്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഹേ ഗൈസ്, അപ്പം നമ്മൾ മധ്യപ്രദേശിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 24 മണിക്കൂർ ആവാറായി. നമ്മൾ ഇനി രാവിലെ 8 മണിയാകുമ്പോൾ 24 മണിക്കൂർ ആയാലും നമ്മൾ വണ്ടി ഓടിക്കാൻ. 24 മണിക്കൂറിൽ ഏകദേശം 1000 കിലോമീറ്റർ അതാണ് നമ്മൾ കവർ ചെയ്യുന്നത് ഗൈസ്. അലൻ, ഹൗ യു ഫീൽ?
വെരി ഗുഡ്. ഗൈസ് ഞങ്ങളോട് കുറെ പേര് പറഞ്ഞു രാത്രി ഒന്ന് വണ്ടി ഓടിക്കരുത്. മറ്റേ തെലുങ്കാന കഴിയണ ഒരു കുഴപ്പമില്ലായിരുന്നു. മധ്യപ്രദേശിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആകെ ഒരു മനുഷ്യനില്ല. പക്ഷെ തീർ വൈബ് എന്ന് പറഞ്ഞാണ്ടല്ലോ വേറെ മൂഡ് വൈബ്. വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കാൻ. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പോണ ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഹൈവേയിലുള്ള ഒരു വലിയ വലിയ കാഴ്ചകളാണ് ഗൈസ് ഈ കാണുന്നത്. നിങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും കൂടിയിരിക്കും. കുറച്ച് പോത്തുകളെയൊക്കെ വണ്ടി ഇടിച്ച് ചത്ത് എവിടെയെങ്കിലുമൊക്കെ കിടക്കും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ ഉള്ളത്. കാരണം ബസ് വന്നാൽ ഇവര് മാറിക്കൊടുക്കൂല, ബസ് വേണമെങ്കിൽ മാറിക്കൊടുത്തോണം. അതുപോലെ തന്നെ വലിയ ടിപ്പർ വന്നാലോ അല്ലെങ്കിൽ വലിയ ലോഡ് വണ്ടി വന്നാലോ ഇവർ മാറിക്കൊടുക്കൂല, ഇവരിങ്ങനെ കിടക്കും. അതാണ് ഇവിടുത്തെ പരിപാടി. പിന്നെ എല്ലായിടത്തും ഇത് ഇങ്ങനെയാണ്. നല്ലൊരു ഹൈവേ കുളമാക്കിയത് ഇങ്ങനെ വെച്ചിട്ട് ഉണ്ട്. എന്താലേ ഇങ്ങനെ കുളമാക്കി വെച്ചിട്ടാണ് ഈ ഹൈവേയിലത്തെ അവസ്ഥ. അങ്ങനെ ഈ തടാകം, ഈ കാണുന്ന തടാകം മധ്യപ്രദേശിലുള്ള ഏതോ ഒരു തടാകം. നമ്മൾ ഭോപ്പാലിലേക്ക് പോണ വഴിയുള്ള തടാകം കേട്ടോ ഗൈസ്. ഈ തടാകത്തിൽ എൻ്റെ സൈഡിൽ കൂടെ അതെ ഈ കാണുന്ന ഓഫ് റോഡാണ് നമ്മൾ കയറുന്നത്. ഓഫ് റോഡ് ഒന്നും പറയാനില്ല, ചുമ്മാ ഒരു റോഡില്ലാത്ത റോഡ്. നമ്മൾ മധ്യപ്രദേശിൽ കയറി വന്ന് നമ്മുടെ 2 വണ്ടി ഇതേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ കുളിക്കാനാണ് നമ്മുടെ ഒരു പ്ലാൻ. നമ്മൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഗൈസ്. 24 മണിക്കൂറും നമ്മൾ വണ്ടി ഓടിക്കുകയായിരുന്നു. വണ്ടി ആയതിനാൽ നമ്മൾ ഒന്ന് കുളിച്ച് ഫ്രഷപ്പൊക്കെ ആയി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം നമുക്ക് ആ പരിപാടികളിലേക്ക് കടക്കാം. അതാണ് അതിൻ്റെ ഇത്. കണ്ടോ എന്ത് മനോഹരമാണെന്ന് നോക്കൂ. നമ്മുടെ കേരളത്തിലുണ്ട്, പക്ഷെ മധ്യപ്രദേശിൽ വന്ന് കുളിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഗൈസ്, അത്രേ ഉള്ളൂ. പക്ഷേ അപ്പോൾ നമുക്ക് ഈ പാൻ്റെല്ലാം ഊരി ഇറങ്ങാം. ഇറങ്ങണ്ട ഇവിടെയാണ്. അത് കാരണം എടാ ഇവിടെ മൂടാണല്ലോ. നീതി പോയാലോ ഒന്ന് അണ്ണൻ ചെയ്യാ. എന്നിട്ട് ഭോപ്പാലിൽ വന്നിട്ട് നമ്മൾ ഭോപ്പാലിലുള്ള ഒരു മാള് കറങ്ങാൻ പോവാണ്. അല്ലടാ കേറു. അത് കുഴപ്പമൊന്നുമില്ലപ്പാ. അങ്ങനെ നമ്മൾ നേരെ മാളിലേക്ക് പോവുകയാണ്. മാളിലേക്ക് ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ ആണ് മാള്. ഏതാണ്ട് മാള് നോക്കട്ടെ. അപ്പം നമ്മൾ മധ്യപ്രദേശിലുള്ള ഒരു മാളിലാണ്. KFC കഴിക്കാനാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ KFC എവിടെയാന്ന് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. KFC എവിടെയാണല്ലോ ഗൈസ്. ഇവിടുത്തെ KFCയിൽ ഒട്ടും തിരക്കില്ല. അപ്പൊ ഞങ്ങളിത് ഈ പുതിയൊരു ഐറ്റം ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. ഇതാണ് 399 റുപ്പീസിന്റെ പക്ക ചിക്കൻ ഗൈസ്. അപ്പം റിസ് ഫിഷ് ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്തൊരു ബ്ലൂബെറിയുടെ ടേസ്റ്റ് ആണ് അത്. അപ്പൊ ഗൈസ് ഞങ്ങൾ KFC കിട്ടി. ഇവിടുത്തെ പീസ് ഭയങ്കര വലുതാട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ 399 രൂപ ഓഫർ എന്ന് പറഞ്ഞ് ചെറിയ പീസൊന്നും അല്ല, നല്ല വലിയ പീസാണ്. ഇപ്പൊ കഴിച്ചിട്ട് ഗൈസ്. അപ്പം ഞങ്ങള് ഇവിടെ നിന്ന് ഇനി നേരെ സിനിമയ്ക്ക് പോവാണ്. സൈറ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഭയങ്കര ഹിറ്റാണ് നോർത്തില്. ഞാൻ വന്ന സമയത്തായിരുന്നു റിലീസായ. കണ്ടു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. കുറെ പെണ്ണുങ്ങളൊക്കെ കൈ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതൊക്കെ കേട്ട പടം കണ്ടിട്ട് നോക്കാൻ കഴിച്ചു. അപ്പം മലൻ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുവാണ് ഇവിടെ. ഷോപ്പിംഗ് ചെയ്യാൻ ഏതാണ് 2 ജീൻസ് മേടിച്ചു, ഒരു ഉടുപ്പ് മേടിച്ചു. ഇതാണ് കൊള്ളാം. ഇട്ട് നോക്കുന്നു. അതാ എക്സല്. ഇട്ട് നോക്ക്. അപ്പൊ ഞങ്ങൾ പടം കഴിഞ്ഞിറങ്ങി. പടം എങ്ങനെ ഉണ്ടായിരുന്നല്ല? വലിയ കുഴപ്പമില്ല അല്ലേ? പക്ഷെ കഴിച്ച് ഞങ്ങൾക്ക് പറ്റിയ പടമല്ല, പ്രേമിക്കുന്നവർക്ക് പറ്റിയ പടമാണ് അല്ലടാ. പ്രേമിക്കുന്നവർക്ക് പടം ഓക്കെയാണ്, അല്ലാത്ത പക്ഷം പടം കുഴപ്പമില്ല. പക്ഷെ പയ്യാണ് പടം പോണത് ഗൈസ്. ഇതാണ് ഞങ്ങൾ എടുത്തേക്കുന്ന റൂം. 1000 രൂപയാണ്. ഭോപ്പാൽ ടൗൺ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫ്ലഷ് വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഒരു രസമില്ല, ഒരു വൈബില്ലാത്ത റൂം. പക്ഷെ ക്ഷീണമായതുകൊണ്ട് വൈബും നോക്കിയില്ല, ഒരു തേങ്ങയും നോക്കിയില്ല. വന്നു
കിടന്നു ഉറങ്ങി 7 മണി 8 മണി ആയപ്പോഴാണ് കേസ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നിട്ട് നേരെ പോയി സിനിമ കണ്ടു. എന്തായാലും ഈ ലൈഫ്. ഇനി ഒന്ന് ഉറങ്ങട്ടെ. നാളെ ഇനി ഭയങ്കര റൈഡാണ്. 750 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച്.